നമുക്ക് വേണ്ടി അത് ജോലി ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത വിഷമെല്ലാം അത് മാറ്റുന്നു. ആവശ്യമുള്ള പ്രോട്ടീൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ അത് ചെയ്യുന്നു. എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ മിനിറ്റും നമുക്ക് വേണ്ടി അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലിവറിന് നമ്മൾ എന്താണ് തിരിച്ച് ചെയ്യുന്നത്? അതിന് നമ്മൾ ഇഷ്ടം പോലെ ഫാറ്റ് കൊടുക്കുന്നു, ഇഷ്ടം പോലെ ജോലി കൊടുക്കുന്നു, ആവശ്യമില്ലാത്ത വിഷങ്ങളെല്ലാം കൊടുക്കുന്നു, മദ്യം കൊടുക്കുന്നു. ഒരു പെഗ് കഴിച്ചു, അത് 3, 4, 5 മാറുന്നു. ഇതെല്ലാം കൊണ്ട് പാവപ്പെട്ട ലിവർ നമ്മൾ അറിയാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം അത് വയ്യാതാകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ടു ലേറ്റ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ലിവറിനെ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയോ, നമ്മുടെ ഒരു ബ്രദറിനെ പോലെയോ, നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യമായിട്ട് മദ്യം മാക്സിമം അവോയ്ഡ് ചെയ്യണം. ലേറ്റ് നൈറ്റ് പാർട്ടീസും അതുമെല്ലാം നമുക്ക് പല രീതിയിലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ലിവറിന് നല്ല കാര്യമല്ല. അപ്പോൾ അത് സൂക്ഷിക്കുക ആ കാര്യങ്ങളൊക്കെ. മദ്യം പോലെ തന്നെയാണ് ഡയറ്റും. അതായത് ഫാറ്റി ഫുഡ്, ഏറ്റവും ടേസ്റ്റ് കൂടിയ ഫുഡാണ് കഷ്ടകാലത്തിന് നമുക്ക് ഏറ്റവും കേടും. അതായത് ബേക്കറി ഐറ്റംസ്, ഷുഗർ, ഫ്രൈഡ് ഐറ്റംസ്, പൊറോട്ട, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഒട്ടും നല്ലതല്ല. മീൻ, മുട്ട, ഈവൻ ചിക്കൻ, മട്ടൺ നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അത് കുക്ക് ചെയ്ത് അതിനെ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴാണ് അതിൻ്റെ ഗുണം കംപ്ലീറ്റ് പോകുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഫ്രൂട്ട്സ് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം പലരും അതിൻ്റെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നു. അത് ഫ്രൂട്ട് ജ്യൂസാക്കി അതിൻ്റെ അകത്ത് മധുരം ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം പോകുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഹാനികരമായിട്ട് മാറുന്നുമുണ്ട്. ഈവൻ ഫ്രൂട്ട്സ് പോലും നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല, കാരണം അതിനും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. സോ എല്ലാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായിട്ട് നമ്മൾ കഴിക്കുക. മൂന്നാമത്തെ കാര്യം എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ പറഞ്ഞ കേട്ടിട്ട് പലരും പോയി നേരെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യും, 6 മാസം കഴിയുമ്പോൾ നിർത്തി പിന്നെയും പഴയതുപോലെ ആവും. അങ്ങനെയല്ല. എക്സസൈസും ഡയറ്റും നമ്മുടെ പേഴ്സണാലിറ്റി ആയിരിക്കണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ലിവറിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയേക്കും.